എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഇവിടുത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? എവിടെ നിങ്ങൾ എവിടെയാ? കുന്നമംഗലം. ഇവിടെ അടുത്ത് തന്നെ, കോഴിക്കോട് തന്നെ. ഇത് പെപ്സി റോവർ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിൽ ബേപ്പൂര് പുളിമുട്ട് ബീച്ചിലാണുള്ളത്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ മുകളിലാണ് ഞാനിപ്പോ ഉള്ളത്. ഇവിടുത്തെ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. ഒരു പ്രത്യേകമാണ്, ഒരു രക്ഷയില്ലാത്ത ഒരു വൈബാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, നിൽക്കാൻ കുറച്ച് പാട് തന്നെയാണ്. ഇതിന്റെ മുകളിൽ നിന്ന് കിട്ടണ കുറച്ച് പാട് തന്നെയാണ്. ഓക്കെ, നേരെ നമുക്ക് വീഡിയോ പോകും, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, നമ്മൾ ആരെങ്കിലും ഇന്ന് വരെ തിരമാലകൾക്ക് മുകളിൽ കൂടി നടന്നിട്ടുണ്ടോ? ആ ഒരു ഫീൽ അറിഞ്ഞിട്ടുണ്ടോ? അത് ശരിക്കും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിവിടെ ബേപ്പൂരേക്ക് വന്നിട്ടുള്ളത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും അതേപോലെ ബേപ്പൂർ പോർട്ട് അതോറിറ്റി മുൻകൈ എടുത്തിട്ടാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്ന ഈ ഒരു സാഹസിക ടൂറിസം കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് 100 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. ആ 100 രൂപയുടെ ചാർജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് നമുക്ക് കയറാം. ഈ ഒരു ബ്രിഡ്ജിലേക്ക് കയറുന്നതിന് മുന്നേ ലൈഫ് ജാക്കറ്റ് നിർബന്ധമായിട്ട് നമ്മൾ ധരിച്ചിരിക്കണം. സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇവരാരും തയ്യാറല്ല. ഈ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ട് തരുന്നതും അതുപോലെ തന്നെ അത് ക്ലിപ്പ് ചെയ്ത് തരുന്നതും ഒക്കെ ഇവർ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരാളെ ഈ ഒരു ബ്രിഡ്ജിലേക്ക് കയറ്റി വിടുന്നുള്ളൂ. അവിടെ കഴിഞ്ഞു എന്നല്ല, ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കടലിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ബ്രിഡ്ജിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബോട്ട്, അതായത് ഒരു ലൈഫ് ബോട്ട് പ്രത്യേകമായിട്ട് അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ 2 പേര് ഏത് നിമിഷവും നമ്മളെ തന്നെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇതിൽ നിന്ന് ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വീഴുകയോ അല്ല വെള്ളത്തിലേക്ക് വീഴേണ്ട സാധ്യത ഒന്നും വരുന്നില്ല. എന്നാൽ പോലും ആ ഒരു ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു പ്രവർത്തനമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും സുരക്ഷയുടെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെയുള്ള ശ്രദ്ധ ഇവിടുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതാണ്. എന്തെങ്കിലും ഒരു കാരണവശാൽ അങ്ങനെ എന്തെങ്കിലും ഒരു അപകടം വരാതിരിക്കട്ടെ. അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള എല്ലാ രീതിയിലുള്ള ഒരു സുരക്ഷാ കാര്യങ്ങളൊക്കെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ മുന്നോട്ടേക്ക് പോകുക എന്ന് പറയുന്നത് 100 മീറ്ററാണ് നമ്മൾ കരയിൽ നിന്ന് കടലിലേക്ക് ഈ ഒരു ബ്രിഡ്ജ് നിൽക്കുന്നത്. ആ 100 മീറ്റർ നീളത്തിൽ വരുന്ന ഈ ഒരു ബ്രിഡ്ജിന്റെ വീതി എന്ന് പറയുന്നത് 3 മീറ്ററാണ് വരുന്നത്. ആ 3 മീറ്ററിന് 2 ഭാഗത്തായിട്ട് കൈവരിയൊക്കെ ഉണ്ട്. ആ കൈവരിയിലെ കയറൊക്കെ പിടിച്ചിട്ട് നമുക്ക് നടക്കാൻ പറ്റും. പെട്ടെന്ന് തെന്നി വീഴും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അത്രയും കൂടുതൽ പേടിയുള്ള ആൾക്കാർക്ക് ആ സൈഡിലുള്ള കൈവരി പിടിച്ചിട്ട് മുന്നോട്ടേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും. ഈ ഒരു ബ്രിഡ്ജിന്റെ അറ്റത്തായിട്ട് ഒരു സൈറ്റ് സീയിങ് പ്ലാറ്റ്ഫോം ഉണ്ട്. ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമുക്ക് സെൽഫി എടുക്കാനും മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അത്രയും ദൂരം നടക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. നമ്മൾ സാധാരണ രീതിയിലുള്ള ഒരു തറയിലോ അല്ലെങ്കിൽ റോഡിലോ നടക്കുന്നത് പോലെയല്ല ഇവിടെ ഈ ഒരു തിരമാലകളുടെ മുകളിൽ കൂടി നടക്കുക എന്ന് പറയുന്നത്. കാരണം തിരമാല എത്രമാത്രം അത് പൊങ്ങുന്നു, അത് താഴുന്നു, അതിനനുസരിച്ചിട്ട് ഈ ബ്രിഡ്ജും അതേപോലെ തന്നെ പൊങ്ങും താവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മളും പൊങ്ങും താവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. നല്ലൊരു ഫീല് തന്നെയാണ് ഇതിൻ്റെ മുകളിൽ കയറുക എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ആകുന്നൊരു കാര്യം തന്നെയാണ്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഒരു കാരണവശാലും ഈ ബ്രിഡ്ജിലേക്ക് കയറ്റുന്നില്ല. അതേപോലെ മറ്റുള്ള എന്തെങ്കിലും അസുഖമോ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകൾ അതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുക. ശരിക്കും നമ്മൾ ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നമ്മൾ കണ്ടിരിക്കുന്നത് വിദേശ രാജ്യങ്ങളാണ്. അത് നമ്മൾ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്. നമ്മൾ പല ആൾക്കാരും ഇത് അനുഭവിച്ചിട്ടില്ല, ഇതെന്താണെന്നുള്ളത് നമ്മൾ ആസ്വദിച്ചിട്ടില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ നമ്മളെ തൊട്ടടുത്ത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലും ഈ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ എത്തിക്കഴിഞ്ഞു. സംസ്ഥാനത്തിലെ ടൂറിസം വകുപ്പ് വലിയ രീതിയിൽ തന്നെ പല കാര്യങ്ങളും നമ്മളെ അടുത്തേക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്, ടൂറിസം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയൊരു സന്തോഷമുണ്ട്. കാരണം നമ്മളെ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ആകർഷിക്കാൻ പറ്റുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. ഈ ഒരു കേരളത്തിലേക്ക് ഇതേപോലുള്ള സാഹസികമായിട്ടുള്ള കുറച്ച് ടൂറിസ്റ്റോ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി കൊണ്ടുവരുമ്പോഴാണ് കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. അതിന് പറ്റിയിട്ടുള്ള ആ ഒരു നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഈ ബേപ്പൂർ വന്നിട്ടുള്ളത്. ഈ ഒരു ബ്രിഡ്ജിലേക്ക് കയറി കഴിഞ്ഞാൽ ഒത്തിരി സമയം ഇവിടെ ചിലവഴിക്കുക എന്നുള്ള കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒത്തിരി ആളുകളുള്ള സമയത്ത് കൂടുതൽ സമയം നമുക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റില്ല. അതിന് നിശ്ചിത സമയം ഈ ഒരു ടീം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ കയറുക, അതിനനുസരിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക. ഇതിൻ്റെ മുകളിൽ 100-ൽ കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റും, സുഖമായിട്ട് ഇതിൻ്റെ മുകളിൽ സഞ്ചരിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കാണുന്ന ആ ഒരു ഇൻ്റർലോക്ക് സിസ്റ്റം ഉണ്ടല്ലോ, ആ ഒരു ഇൻ്റർലോക്ക് സിസ്റ്റത്തിലാണ് ശരിക്കും ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രത്യേകമായിട്ടുള്ള ആ ഒരു ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു കാരണവശാലും ഇത് വിട്ടുപോകാതെ അതുപോലെ തന്നെ താഴോട്ടേക്ക് പോകാത്ത രീതിയിലുള്ള ആ ഒരു സിസ്റ്റത്തിൽ കൂടി തന്നെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ ബ്രിക്കും വരുന്നത് വലിയ ബ്രിക്കാണ് ഓരോന്നും വരുന്നത്. ആ ബ്രിക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടാണ് ഈ രീതിയിൽ ഇതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് വലിയ നല്ലൊരു ഫീൽ തന്നെയാണ് കേട്ടോ. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഫീൽ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഇതിന് ഒരു 100 മീറ്റർ നടന്നെത്തും. ഞാൻ പറഞ്ഞല്ലോ 100 മീറ്റർ നടന്നെത്തുന്ന പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. മെല്ലെ ആയിട്ട് നമുക്കിത് നടന്ന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ. അതിൻ്റെ അറ്റത്ത് ഇതിൻ്റെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ അറ്റത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അതിൻ്റെ അറ്റത്ത് പ്രത്യേകമായിട്ട് നമുക്ക് നിൽക്കാനുള്ളതും അത് സെൽഫി എടുക്കാനുള്ള ഒക്കെ സൗകര്യമുണ്ട്. ഇവിടുന്ന് നമുക്ക് തൊട്ടടുത്ത് കടലിൻ്റെ മുകളിൽ നിന്നിട്ട് ആ ഒരു ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. കടലിൻ്റെ സൈഡിൽ വന്നിട്ട് മുകളിൽ വന്ന് നിന്നിട്ട് കടലിനെ ഇങ്ങനെ നമ്മൾ കാണുകയാണ്.
അതും നമ്മളിങ്ങനെ തിരമാലകൾക്ക് അനുസരിച്ചിട്ട് താവും പൊങ്ങും ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിതിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബ്രിഡ്ജ് ബേപ്പൂർ മാത്രം നിൽക്കാതെ മറ്റുള്ള സ്ഥലങ്ങളും കൂടി മറ്റുള്ള ജില്ലകളിലും കൂടി എത്തണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. ടൂറിസം വകുപ്പൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള ജില്ലകളിലേക്ക് കിട്ടുവാണെങ്കിൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ദൂരത്തുള്ള ജില്ലയിൽ നിന്ന് ഈ പറയുന്ന നമ്മുടെ കാലിക്കറ്റ് ജില്ലയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ള ഒത്തിരി ആളുകളുണ്ട്. അത് നമുക്ക് ആസ്വദിക്കാം. നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ ജില്ലയിൽ തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. ഇതിന് മെയിനായിട്ട് ആവശ്യം എന്ന് പറയുന്നത് നല്ല തിരമാലയാണ് ഇതിന് ആവശ്യമുള്ളത്. നല്ല തിരമാലയുള്ള തീരത്ത് ചെയ്യുമ്പോഴാണ് ഇത് നല്ല രീതിയിലുള്ള ഗുണം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള തീരങ്ങൾ ഒത്തിരി ഉണ്ട് നമ്മളെ പല ജില്ലകളിലും. അവിടത്തേക്കൊക്കെ ഈ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ നമുക്കും നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ ഒരു സിസ്റ്റം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചാലക്കുടിയിലെ പ്രവാസി കൂട്ടായ്മ ക്യാപ്ചർ ഡേയ്സ് അഡ്വഞ്ചർ ടൂറിസം ആൻഡ് വാട്ടർ സ്പോർട്സ് എന്ന സംരംഭകരാണ് ഈ ഒരു പാലം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് ഒരുക്കിയിരിക്കുന്നത്. വളരെ സുരക്ഷിതമായിട്ട് തന്നെ ഇവിടെ കാര്യങ്ങൾ ചെയ്തതും ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതും മുന്നോട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ തന്നെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും വരാനും ഇതിൽ കയറാനും ഒന്നിനും ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അത്രയും സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇവിടെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഈ ഒരു ബീച്ചിലേക്ക് വരാൻ വളരെ സിമ്പിളാണ്. മാപ്പിൽ ജസ്റ്റ് ബേപ്പൂർ പുളിമോട് ബീച്ച് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നേരെ നമുക്ക് ഇവിടത്തേക്ക് വരാൻ പറ്റും. നല്ല പ്രകൃതി സൗന്ദര്യമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. വലിയ ഏരിയ തന്നെ കടൽ നമുക്കിവിടെ കാണാൻ പറ്റും. അതുകൂടാതെ ഷിപ്പ് വരുന്നതും നമ്മുടെ ചെറിയ ചെറിയ ബോട്ടുകൾ വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചെറിയ ചെറിയ ബോട്ട് സർവീസ് ഒക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ജങ്കാർ പോലത്തെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ തന്നെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ്? ആദ്യമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണിത്. ഇവിടെ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമാണോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ വൈഫിനെയും കൂട്ടി ഞാനുണ്ട്. പിന്നെ ചെറിയ കുട്ടികൾക്ക് സേഫ്റ്റിയാണ് എല്ലാം കൊണ്ട് അവര് ടെൻഷനൊന്നും ഇല്ലല്ലോ. ചെറിയ കുട്ടികളെ ശ്രദ്ധിക്കണം മെയിനായിട്ട് പറയുന്നത്. ഇത്രയാണ് ബേപ്പൂർ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ വിശേഷങ്ങൾ. എങ്ങനെയുണ്ട് കാഴ്ചകൾ? വളരെ വിശദമായിട്ടൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചില്ല. വളരെ ചുരുങ്ങിയ രൂപത്തിൽ മാത്രമേ അവതരിപ്പിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇവിടത്തേക്ക് വരിക, ഇവിടെ വന്നിട്ട് ഇത് ശരിക്കും നേരിട്ടിട്ട് അനുഭവിക്കുക. ഇതിന്റെ ഫീൽ എന്താണെന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് ശരിയായ രൂപത്തിൽ ഇതിന്റെ എന്താണെന്നുള്ള ഫീൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. ഒത്തിരി ആളുകൾ ഇപ്പോഴും അറിയാത്തവരുണ്ട്. ഇതെന്താണ് ഇങ്ങനെ ഒരു സംഭവം വന്നതുപോലും അറിയാത്തവരുണ്ട്. അവരിലേക്ക് മാക്സിമം എത്തിക്കുക. അതേപോലെ തന്നെ നിങ്ങളെ കമൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുക. ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.